എല്ലാവർക്കും വർത്തമാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർത്തമാനത്തിൽ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി? സർവനാമം എന്താണെന്ന് പഠിച്ചു. ഒരു നാമത്തിന് പകരം നിൽക്കുന്ന നാമമാണ് സർവനാമം. സർവനാമങ്ങൾ 3 വിധം: ഉത്തമപുരുഷ സർവനാമം, മധ്യമപുരുഷ സർവനാമം, പ്രഥമപുരുഷ സർവനാമം. ഇത്രയും കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ വർത്തമാനത്തിൽ പഠിച്ചത്. ഇന്ന് നമ്മൾക്ക് ലിംഗം, വചനം ഇവയെക്കുറിച്ച് പഠിക്കാം. എന്താണ് ലിംഗം? പറയുന്ന നാമം പുരുഷനോ സ്ത്രീയോ നപുംസകമോ എന്നറിയാൻ ആ നാമത്തിൽ ചേർക്കുന്ന രൂപഭേദമാണ് ലിംഗം. എന്താണ്? പറയുന്ന നാമം പുരുഷനോ സ്ത്രീയോ നപുംസകമോ എന്നറിയാൻ ആ നാമത്തിൽ ചേർക്കുന്ന രൂപഭേദമാണ് ലിംഗം. ലിംഗത്തെ പ്രധാനമായി 4 തിരിക്കാം. 1 പുല്ലിംഗം, 2 സ്ത്രീലിംഗം, 3 നപുംസകലിംഗം, 4 ഉഭയലിംഗം. ഏതൊക്കെയാണ്? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം, ഉഭയലിംഗം. എന്താണ് പുല്ലിംഗം? നോക്കാം. അർത്ഥം കൊണ്ട് പുരുഷനെ കുറിക്കുന്നതാണ് പുല്ലിംഗം. എന്താണ്? അർത്ഥം കൊണ്ട് പുരുഷനെ കുറിക്കുന്നതാണ് പുല്ലിംഗം. അതായത് പുരുഷന്മാരെ കുറിക്കുന്ന ശബ്ദമാണ് പുല്ലിംഗം. ഉദാഹരണം നോക്കാം. അധ്യാപകൻ, ചേട്ടൻ, അച്ഛൻ, ആൺ, കാള, ദുഷ്ടൻ, പിശുക്കൻ. അപ്പോൾ പുല്ലിംഗം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് സ്ത്രീലിംഗം. സ്ത്രീവർഗത്തെ കുറിക്കുന്ന ലിംഗശബ്ദം സ്ത്രീലിംഗം. സ്ത്രീവർഗത്തെ കുറിക്കുന്ന ലിംഗശബ്ദം സ്ത്രീലിംഗം. ഉദാഹരണം: ഗായിക, അമ്മ, നടി, പെൺ, പിശുക്കി, മടിച്ചി, തമ്പുരാട്ടി തുടങ്ങിയവ. അപ്പോൾ സ്ത്രീലിംഗം മനസ്സിലായല്ലോ. ഇനിയും നപുംസകലിംഗം. സ്ത്രീ പുരുഷ ഭേദം കൽപ്പിക്കാനാവാത്ത ലിംഗശബ്ദമാണ് നപുംസകലിംഗം. എന്താണ്? സ്ത്രീ പുരുഷ ഭേദം കൽപ്പിക്കാനാവാത്ത ലിംഗശബ്ദം നപുംസകലിംഗം. ഉദാഹരണം: കസേര, കല്ല്, മരം, വെള്ളം, പുസ്തകം തുടങ്ങിയവ. നപുംസകലിംഗം എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ഉഭയലിംഗം. എന്താണ് ഉഭയലിംഗം? സ്ത്രീ പുരുഷന്മാരെ ഒരുമിച്ച് കുറിക്കുന്ന ശബ്ദമാണ് ഉഭയലിംഗം. സ്ത്രീ പുരുഷന്മാരെ ഒരുമിച്ച് കുറിക്കുന്ന ശബ്ദമാണ് ഉഭയലിംഗം. ഇതിന് അലിംഗം എന്നും പറയാറുണ്ട്. എന്താണ്? അലിംഗം. ഉദാഹരണം: കുട്ടികൾ, മനുഷ്യർ, ബന്ധുക്കൾ, മൃഗങ്ങൾ. അപ്പോൾ ലിംഗം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഇനി നമ്മൾക്ക് വചനത്തിലേക്ക് പോകാം. എന്താണ് വചനം? പ്രതിപാദ്യ വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുവാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം. പ്രതിപാദ്യ വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുവാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം. വചനം 2 വിധം: ഏകവചനം, ബഹുവചനം. ഒരു വസ്തുവിനെ കുറിക്കുന്ന ശബ്ദം ഏകവചനം. ഒരു വസ്തുവിനെ കുറിക്കുന്ന ശബ്ദം ഏകവചനം. അനേക വസ്തുക്കളെ കുറിക്കുന്ന ശബ്ദം ബഹുവചനം. അനേക വസ്തുക്കളെ കുറിക്കുന്ന ശബ്ദം ബഹുവചനം. ഉദാഹരണം നോക്കാം. ഏകവചനത്തിന് ഉദാഹരണങ്ങൾ: ദേവൻ,
മനുഷ്യൻ, സ്ത്രീ, പെൺ, ആൺ, നടൻ. ബഹുവചനത്തിന് ഉദാഹരണം: ദേവന്മാർ, മനുഷ്യർ, സ്ത്രീകൾ, പെണ്ണുങ്ങൾ, ആണുങ്ങൾ, നടന്മാർ. ഏകവചനം, ബഹുവചനം ഇവ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിൽ ബഹുവചനം 3 വിധത്തിൽ വരുന്നു: സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. എന്തൊക്കെയാണ്? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. എന്താണ് സലിംഗ ബഹുവചനം എന്ന് നോക്കാം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വം അല്ലെങ്കിൽ ആധിക്യം കാണിക്കുന്നത് സലിംഗ ബഹുവചനം. ഉദാഹരണം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും: ആണുങ്ങൾ, ഗായികമാർ, നാടുകൾ, നടന്മാർ, നടികൾ, പുസ്തകങ്ങൾ തുടങ്ങിയവ. അടുത്തത് അലിംഗ ബഹുവചനം. പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും പൊതുവെ ഉള്ള ബഹുത്വം കാണിക്കുന്നത് അലിംഗ ബഹുവചനം. ഉദാഹരണങ്ങൾ: കുട്ടികൾ, ഗായകർ, വേലക്കാർ, മിടുക്കർ. അടുത്തത് പൂജക ബഹുവചനം. ഏകവചനാർത്ഥത്തിൽ ബഹുമാനം പ്രദർശിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം. ഒരാളെ പ്രത്യേക ആദരവ് കാട്ടി പറയുന്ന ബഹുവചന രൂപമാണിത്. ഉദാഹരണം: താങ്കൾ, സ്വാമികൾ, അധ്യക്ഷനവർകൾ, ഗുരുക്കൾ. അപ്പോൾ ലിംഗവും വചനവും മനസ്സിലായല്ലോ. പുതിയൊരു വീഡിയോയുമായി വർത്തമാനത്തിൽ വീണ്ടും കാണാം. നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം.